ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മൾ ഇന്ന് ഹൈദരാബാദിലേക്കാണ് പോകുന്നത്. അതെ, റോഡ് ട്രിപ്പ് ആണല്ലേ? റോഡ് ട്രിപ്പ് ആണ്. ആക്ച്വലി നമുക്ക് ഹൈദരാബാദിലൊരു കല്യാണമുണ്ട്. ഹൈദരാബാദല്ല, വാറങ്കലിലൊരു കല്യാണമുണ്ട്. അപ്പോൾ നമ്മൾ ഹൈദരാബാദ് പോയിട്ട് അവിടുന്ന് വാറങ്കൽ പോകും. എന്നിട്ട് തിരിച്ച് വന്ന് ഹൈദരാബാദ് പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് തിരിച്ചു വരാനാണ് പ്ലാൻ. അപ്പോൾ രാവിലെ ഞങ്ങളൊരു 7:30 ആയപ്പം ഇറങ്ങിയതാണ്. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നിർത്തി. ഇവിടെ ഒരു വഴിയിലൊരു പിറ്റ് സ്റ്റോപ്പ് പോലെയാണ്, കുറച്ച് ഫുഡ് കോർട്ട് പോലെ കുറേ ഫുഡ് റെസ്റ്റോറൻറ്റ്സും നമുക്ക് റെസ്റ്റിനായിട്ട് റെസ്റ്റ് റൂമും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം നല്ല രീതിയിലുള്ളൊരു സ്ഥല സ്പോട്ടാണ്. നല്ല സൗകര്യം. നമ്മളെല്ലാം പാലക്കാട് പോയപ്പം കണ്ട ട്രാവൽ ലോഞ്ച് പോലത്തെ ഒരു നല്ല സെറ്റപ്പാണ്. നല്ല ക്ലീൻ വാഷ്റൂംസും ഇഷ്ടംപോലെ ഒരു 5-6 ടൈപ്പ് റെസ്റ്റോറൻറ്റ്സും എല്ലാം ഉണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ പാർക്കിംഗ് സ്പേസും എല്ലാം ഉണ്ട്. അപ്പം നമുക്ക് ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ കുറച്ച് നേരം നമുക്ക് വെറുതെ ഇരിക്കാനുള്ള സ്പേസും AC സ്പേസൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് കുറച്ച് നേരം വെറുതെ ഇരുന്ന് ഒന്ന് റെസ്റ്റ് എടുക്കണമെങ്കിലോ എല്ലാം ഉള്ള ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെസ്റ്റും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി വീണ്ടും തിരിച്ച് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പം ഏകദേശം ഒരു 9 മണിക്കൂറോളം യാത്രയുണ്ട്. അപ്പം നമുക്ക് വഴിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വിഷ്വൽസ് കാണിക്കാം. ഇല്ലെങ്കിൽ ഞങ്ങളിനി അവിടെ എത്തി എല്ലാം ഒന്ന് സെറ്റായിട്ട് ഇനി കാണത്തുള്ളൂ കേട്ടോ. ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മൾ എത്തി അല്ലേ? വിളിക്കുന്ന കേട്ടോ. എന്താ നോക്കുന്നത്? അതൊക്കെ ഉണ്ടോ? കാശ് കൊടുത്താലുണ്ടല്ലേ. എത്ര മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷമാണ്? എത്ര മണിക്കൂറെന്ന് വെച്ചാൽ നമ്മൾ 7:30 ഇറങ്ങിയില്ലേ? ഇപ്പൊ എത്രയായി? 6:30. 11 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഹൈദരാബാദിലെത്തിയിരിക്കുകയാണ്. ബ്രേക്ക് എടുത്ത് നല്ലോണം ബ്രേക്ക് എടുത്തു. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, അതെ, ചായക്ക് കയറി ഒരു സമയം കളഞ്ഞു. നമ്മുടെ ഇതിന്റെ പേരെന്താ? റസ്റ്റൽ സ്റ്റുഡിയോ ഫ്ലാറ്റ്സ്. ഒരു സർവീസ് അപ്പാർട്ട്മെന്റ് അല്ല, ഫുൾ ഫ്ലെഡ്ജ് ഹോട്ടലല്ല, ജസ്റ്റ് അപ്പാർട്ട്മെന്റ്സ് പോലെയാണ്. സ്റ്റുഡിയോ ഫ്ലാറ്റ്സ് പോലെയാണ്. അപ്പം കീ കാർഡിനെന്തോ ഇഷ്യൂ ആയിട്ട് അത് റെഡിയാക്കാൻ പോയിക്കുക. എന്നിട്ട് നമുക്ക് റൂമൊക്കെ കാണാം. യെസ്, ഇത്രയുള്ളോ ലൈറ്റ്? ഗ്യാസൊക്കെ, മൈക്രോവേവ്, പാത്രം, ഗ്ലാസ്, അത്യാവശ്യം വേണ്ടുന്നതെല്ലാം ഉണ്ടാവും. കുക്കർ സഹിതം. TV എല്ലാം ഉണ്ടോ? ഇവിടെ ഒരു ഇതുണ്ടല്ലോ, ബാൽക്കണി. ഞങ്ങളിതേ വന്നിട്ട് 2 പ്ലേറ്റും അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പാലും പ്ലേറ്റൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ അല്ലാതെ ഒന്ന് വാങ്ങിച്ചേ സെപ്പറേറ്റ് അല്ലേ. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഹൈദരാബാദിലെ 2ാമത്തെ ദിവസമാണ്. ഇന്ന് ശരിക്കും എന്താ, ഇന്ന് ഞങ്ങളൊരു കല്യാണത്തിന് പോവാ. കല്യാണം ഇന്നല്ല, ഇന്ന് ഹൽദിയും മെഹന്തിയും പിന്നെന്താ സംഗീതം ഉണ്ടല്ലേ. അപ്പം ഞങ്ങൾ ഇന്നത്തെ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ച് വാറങ്കലിലാണ്. അപ്പം നമ്മൾ സ്റ്റേ ചെയ്തെടുത്തു നിന്ന് ഒരു 3 മണിക്കൂർ ഉള്ളിലേക്ക് യാത്രയുണ്ട്. അപ്പോൾ ഏകദേശം ഇനി 10 മിനിറ്റ് കൂടെ ഉള്ളു, നമ്മൾ എത്താറായി. ഇനി ബാക്കി അവിടെ എത്തിയിട്ട് കാണാം. റോഡ് ഫുള്ള് ചോളവും
വന്നു കഴിഞ്ഞാൽ പെട്ട്. റോഡിന്റെ പകുതിയോളം ഇത് തന്നെ. അങ്ങനെ റിസോർട്ട് എത്തി. എൻ്റെ അമ്മ എവിടെ റിസോർട്ട്? അങ്ങനെ നമ്മൾ റിസോർട്ടിലെത്തി. ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയിക്കാണോ എന്തോ. ശ്രീകർ റീതു. അടിപൊളി. എന്റെ കൂടെ കാണിക്കട്ടെ. കുറച്ചേ ഉള്ളു. ഞാൻ പറഞ്ഞു കുറച്ച് മതിയെന്ന്. വീഡിയോ എടുക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് തേക്കുന്നതിന്റെ. ഇനി കഴുകാം. അങ്ങോട്ട് തേച്ചാലും നമ്മളെ ഇങ്ങോട്ടും തേക്കും. അതാണ് ഇവിടുത്തെ ഒരു രീതി. ചേട്ടനാകുമ്പോ കയ്യിലും തേച്ചില്ലേ. കുളിച്ച വാച്ചൂരി വെക്കണം. അയ്യോ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ചടങ്ങ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ചേട്ടന് തേച്ചതാ കൂടുതൽ ഇഷ്ടപ്പെട്ടു. കയ്യിലും. അയ്യോ ഇവിടെ എല്ലാം ഇരിക്കുന്നു മഞ്ഞള്. ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം. കാരണം കയ്യിലും എല്ലാം തേച്ച് തന്ന്, വൃത്തിയായിട്ട് തേച്ച് തന്ന്. ശരിക്കും മഞ്ഞള് ചേട്ടനാന്ന് തോന്നിപ്പോയി. ഹൽദി സെറമണി ഇതൊക്കെ ഫോട്ടോ സ്പോട്ടുകളാണ് ഇതൊക്കെ. ഒന്ന് മാറ്റിയേ, ബാക്കി കറികളൊക്കെ ഒന്ന് കാണും. അല്ല എടുത്ത് ആ പ്ലേറ്റിലോട്ട് വെക്ക്, ഞാൻ നോക്കട്ടെ. ആദ്യം ഇരിക്കുന്നത് പുലാവ്, ചോറ്, ബജി, പരിപ്പ്, രസം, മറ്റേ വഴുതനങ്ങ, മട്ടൻ കറി, ഫ്രൈ. എന്താ മിക്സ്ചറോ? മട്ടനായിരുന്നോ അത്? ഇവിടെ എല്ലാരും നിന്നാ കഴിക്കുന്നത് അല്ലേ? തണല് നോക്കി ഇങ്ങോട്ട് വന്നയാ. അതെ, ഇവിടെ ആകുമ്പോൾ സമാധാനത്തിൽ ഇരുന്ന് കഴിക്കാം. എന്നാ കഴിക്കട്ടെ. കൊള്ളാവോ? ഫാൻ്റെ പോലോ? ഹൈദരാബാദിലെ ഗോലി സോഡ അങ്ങനെ കുടിച്ചില്ലേ? ഇത് ഹൈദരാബാദല്ലല്ലോ, തെലങ്കാന. വാറങ്കല്. വാറങ്കലിലെ ഗോലി സോഡ. അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാറങ്കലിലാണ്, തെലങ്കാനയിൽ. ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ശ്രീകർ എന്ന് പറഞ്ഞ പുള്ളിയുടെ കല്യാണമാണ്. അപ്പം നമ്മൾ ഇന്ന് കല്യാണമല്ല, ഇന്ന് ഹൽദി, മെഹന്തി, സംഗീതം അങ്ങനത്തെ പരിപാടികളാണ്. അപ്പോൾ ഹൽദി ഓൾറെഡി കഴിഞ്ഞ് ഞങ്ങൾ അന്നേരം ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയപ്പോൾ ഉള്ളത് മെഹന്തിയാണ്. മിക്കവാറും അതിൻ്റെ ഒരു തുടക്കം എന്തെങ്കിലും ക്യാപ്ചർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ കാണിക്കാം. കാരണം ഇനി നമുക്ക് തിരിച്ച് സിറ്റിയിലോട്ട് പോകണം. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 3-3.25 മണിക്കൂർ യാത്രയുണ്ട്. അന്നേരം കുറച്ച് നേരത്തെ ഇറങ്ങിയാലേ നമുക്ക് ഇരുട്ടുന്നതിന് മുന്നേ നമുക്ക് സ്റ്റേ ചെയ്യുന്നിടത്ത് എത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മിക്കവാറും ഞങ്ങൾ മെഹന്തി കുറച്ച് കണ്ടിട്ട് ഇവിടുന്ന് തിരിക്കാനാണ് പ്ലാൻ. ഇപ്പോഴത്തെ പ്ലാന്. എൻ്റെ ശബ്ദം മാറിയത് എനിക്ക് പനിയുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം പിന്നെന്താ, അപ്പോൾ ഇനി ഹൈദരാബാദ് വന്നിട്ട് ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എങ്ങോട്ടും ഒന്ന് എന്താ പറയുക എക്സ്പ്ലോർ ചെയ്യാനൊന്നും ഇറങ്ങിയില്ല. കാരണം കല്യാണം
ആണല്ലോ മെയിൻ. നമ്മളുടെ ഈ ഒരു ട്രിപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല, അത് കല്യാണത്തിന് വേണ്ടി ഇവിടെ വന്നതാണല്ലോ. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒരുവിധം സെറ്റായിട്ട് സമയമുണ്ടെങ്കിൽ നമ്മൾ ഹൈദരാബാദ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഇങ്ങനെ വയ്യാതിരിക്കുന്നത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. എന്നാലും ഞാൻ മാക്സിമം വ്ളോഗ് എടുക്കാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ. ബാക്കി ഇനി മെഹന്തി ഇപ്പം തുടങ്ങുമെന്നാണ് പറയുന്നത്. ഞാനാണെങ്കിൽ ഇവിടെ നല്ല ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, സഹിക്കാൻ പറ്റുന്നതിനേക്കാളും അപ്പുറം ചൂട്. ഞാൻ അന്നേരം കാറിൻ്റെ ഇങ്ങനെ ഇവിടെ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത് കുറേ മാവിൻ്റെയൊക്കെ താഴെയാണ്. അപ്പം ഇവിടെ ഈ റിസോർട്ട് ഫുള്ള് മാവാണ് കേട്ടോ. റിസോർട്ടിൻ്റെ പേര് തന്നെ മാംഗോ റിസോർട്ടെന്നാണ്. അപ്പം ഞാൻ ഇവിടെ കുറച്ച് നല്ല തണലുള്ളത് കൊണ്ട് കാറിനകത്ത് വന്നിരിക്കുക. എനിക്ക് അവിടെ ഫംഗ്ഷൻ നടക്കുന്നിടത്തൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല. ഒന്നാമത് ഈ പനി ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഇവിടെ ഇരിക്കാമെന്ന്. ചേട്ടൻ അവിടെ ഓഫീസിലെ ടീമിലെ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ അവരുമായിട്ടൊക്കെ ഒന്ന് ഞാൻ കുറച്ച് നേരം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ എല്ലാവരുമായിട്ടൊന്ന് പരിചയപ്പെട്ടിട്ട്, പിന്നെ പനി മറ്റുള്ളവർക്ക് കൊടുക്കാനും താല്പര്യമില്ലാത്തത് കൊണ്ടും ഞാൻ കുറച്ച് ഡബിൾ മാസ്ക് ഒക്കെ ഇട്ട് മാറി ഇങ്ങനെ ഇരിക്കുകയാണ്. നോക്കാം. അപ്പോൾ ഇനി എന്താ പറ്റുന്ന പോലെയൊക്കെ ഞാൻ വ്ളോഗ് എടുക്കാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ. ഹൈദരാബാദ് വന്നിട്ട് വ്ളോഗ് എടുക്കാതിരിക്കാനും മനസ്സ് വരുന്നില്ല. എന്തായാലും നോക്കാം. വരും ദിവസങ്ങളിൽ ഞങ്ങൾ എന്തായാലും ഒരു 6 ദിവസം ഇവിടെ ഉണ്ട്, ഹൈദരാബാദിലുണ്ട്. അപ്പോൾ ഈ 6 ദിവസത്തിൽ എല്ലാ ദിവസവും നമുക്ക് പുറത്തിറങ്ങി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ദിവസങ്ങളൊന്നുമല്ല. അപ്പോൾ നോക്കാം, മാക്സിമം കവർ ചെയ്യാൻ നോക്കണം. പിന്നെ പനി ഉള്ളത് കൊണ്ട് കൂടുതൽ ഹെക്റ്റിക്കായിട്ട് ഒന്നും ചെയ്യുന്നില്ല. കുറച്ച് ഇപ്പം മെയിനായിട്ടുള്ള ചാർമിനാറോ അല്ലെങ്കിൽ ഗോൽക്കൊണ്ട ഫോർട്ടോ, പിന്നെ ഉള്ളത് എന്താ രാമോജി ഫിലിം സിറ്റി, ഇത് 3 മിക്കവാറും കവർ ചെയ്യണമെന്നുണ്ട്. വേറെ കൂടുതലായിട്ടൊന്നും എക്സ്പ്ലോർ ചെയ്യുന്നില്ല ഇത്തവണ. ഇനി നമുക്ക് വരാമല്ലോ ഹൈദരാബാദ്, അന്നേരം നമുക്ക് കൂടുതൽ കാഴ്ചകൾ കാണാം. ഓക്കെ, പിന്നെ കാണാം എന്നാൽ. വിട്ടോ. അപ്പം ഞങ്ങൾ ഫങ്ഷൻ കഴിഞ്ഞില്ല, ഹൽദി കഴിഞ്ഞ് നമ്മളിത് തിരിച്ചു പോവുകയാണ്. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 3.5 മണിക്കൂർ ഉണ്ട് സ്റ്റേ ചെയ്യുന്നിടത്തോട്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു കടയും ഒന്നും നമുക്ക് കിട്ടാൻ സാധ്യതയില്ല, ഒരു സാധനങ്ങളും കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഇവിടുന്ന് കുറച്ച് സ്നാക്സും കുറച്ച് വെള്ളമൊക്കെ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുക അല്ലേ. വെയിലടിക്കുന്നു. സൺസെറ്റ് സമയം. സൺസെറ്റ് ആയില്ല. ഇത് കണ്ടോ നെല്ല് കൊണ്ടുവന്ന്. റോഡ് ഫുള്ള് നെല്ലാണ്. അതിൻ്റെ സൈഡിൽ കൂടെ വേണം നമ്മൾ. അവിടെ ചോളം ഉണക്കാനൊക്കെ ഇട്ടേക്കുന്നു. ശരിയാ. ഓ, ഇവിടെ എല്ലാം ഉണ്ട്. കൊള്ളാം. കച്ചി, ചോളത്തിന്റെ ചെടി. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കാണേണ്ട സാധനങ്ങൾ. ചോളമല്ല, നെല്ല്. കച്ചിയും നെല്ലും ഒക്കെ നമ്മുടെ നാട്ടിൽ കാണേണ്ടതാണ്. ചോളം ശരിയാ, ചോളം കാണാൻ സാധ്യതയില്ല. പക്ഷെ കൊള്ളാല്ലേ. അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ്. ഇനി രാത്രി ഏകദേശം ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ എത്തും. പിന്നെ കിടന്നുറങ്ങാനേ പറ്റത്തുള്ളൂ, വേറെ പണിക്കൊന്നും പോകാൻ പറ്റത്തില്ല. പിന്നെ ഉറക്കാം. ഇന്നത്തെ ദിവസം കഴിഞ്ഞു, ഡേ 2. സാഫ്രോൺ ആണോ കിടക്കുന്നേ? ഇവിടുത്തെ ഒരു ഫേമസ് എന്തായിരുന്നു? പിസ്ത ഹൗസ്. ബിരിയാണിക്കൊക്കെ ഫേമസ് ആണ്. ഒത്തിരി ഐറ്റംസ് ഉണ്ട്. ഷവർമ, അങ്ങനെ പരിപാടി, ബേക്കറി സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവരുടെ ഈ സാഫ്രോൺ ചായ, കുങ്കുമപ്പൂവിട്ട ചായ. യഥാർത്ഥ കുങ്കുമപ്പൂവായിരിക്കും എന്തോ. ഇല്ല, കളഞ്ഞു കിട്ടിയത്.
കുങ്കുമപ്പൂവിന്റെ ഫ്ലേവർ ഉണ്ടോ? കുങ്കുമപ്പൂവിന്റെ ഫ്ലേവർ എന്തോന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ എങ്ങനെ അത് കുങ്കുമപ്പൂവിന്റെ ഫ്ലേവർ? സാധാരണ ചായ എന്നൊരു വ്യത്യസ്തമായ ഫ്ലേവർ ഉണ്ടോ? അതാ കുങ്കുമപ്പൂവിന്റെ ഫ്ലേവർ. കൊള്ളാം, നല്ല ഹൈദരാബാദ് വരുന്നവരെന്തായാലും ഇത് കുടിക്കുക. അതെ, ഈ ഇവിടെ വന്ന് ഈ ചായ കുടിക്കണമെന്നല്ലേ? ഇത് ക്രീം ബണ്ണ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇവിടെ 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 ഇതിലെന്തായാലും വേണോ നോക്ക്. ഇതെന്തൊക്കെയാ? ബിരിയാണിയും ഷീഖ് കബാബും, മട്ടൺ ഷീഖ് കബാബും അല്ലേ? പിസ്ത ഹൗസിലെ സഫ്രാനി ചിക്കൻ ബിരിയാണി. സഫ്രാനി എന്ന് പറയുമ്പോൾ മറ്റേ സാഫ്രോൺ കുങ്കുമപ്പൂവൊക്കെ ചേർത്താണ്. അതും മട്ടൺ ഷീഖ് കബാബ്. ഓ, ഒരു രക്ഷയില്ല. ഇത് ആ കുങ്കുമപ്പൂവിൻ്റെ ഫ്ലേവറാണ് മുന്നിൽ നിൽക്കുന്നത് അല്ലേ? അതൊരു വെറൈറ്റി ടേസ്റ്റ്. ചിലർക്ക് അത് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല, പക്ഷെ ഇത് അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് നമ്മുടെ മട്ടൻ, അതും കൊള്ളാം, അടിപൊളി. അങ്ങനെ ഞങ്ങളുടെ ഡിന്നർ കുശാൽ അല്ലേ? നമ്മുടെ ഇന്നത്തെ ഡിന്നർ അല്ലേ? രണ്ടാമത്തെ ദിവസത്തെ ഡിന്നർ അല്ല, ഇന്ന് മൂന്നാമത്തെ ദിവസമല്ലേ? ഞായറാഴ്ച ഒന്ന്, തിങ്കൾ, ചൊവ്വ, ബുധൻ, നാലാമത്തെ ദിവസമായിരുന്നു. ഇന്ന് ഇല്ല, ഇന്ന് മൂന്നാമത്തെ ദിവസം. ഓക്കെ, നോക്കാം. ഇതിവിടുത്തെ ഒരു ഫേമസ് ബിരിയാണി കടയാണ് അല്ലേ? കഴിച്ചു നോക്കാം. നല്ല ക്വാണ്ടിറ്റി ഉണ്ടല്ലേ? പക്ഷേ പിസ്ത ഹൗസിലേക്ക് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് കുറവാണ് ക്വാണ്ടിറ്റി. ഇന്നലെ കഴിച്ചത് ഒരുപാടുണ്ടായിരുന്നു. അത് ഇത്രയും കൂടെ ഉണ്ട് റൈസ്. പക്ഷെ അത്രയും റൈസിന് ശരിക്കും ഒരു ബിരിയാണിക്കുള്ള 2 പീസ് ചിക്കനേ ഉള്ളൂ. അല്ല, ഇത് മട്ടൻ അല്ലേ? ഇതല്ല, ഞാൻ പിസ്ത ഹൗസിലെ കാര്യം പറയാം. അത് ഒരു ബിരിയാണിക്കുള്ള 2 പീസ് ചിക്കനേ ഉള്ളൂ, പക്ഷെ ഒരുപാട് റൈസ് ഉണ്ട്. ഇത് അത്രയും റൈസില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ 2 പേർക്ക് കഴിക്കാനുള്ള റൈസ് ഉണ്ട്. കഴിച്ചിട്ട് പറയാം. മട്ടനും കുറച്ച് മസാല റൈസും. മട്ടൺ ആവശ്യത്തിന് സോഫ്റ്റാണ്. ഭയങ്കര എന്താ പറയുക, വെണ്ണ പോലെ അത്രയും സോഫ്റ്റ് അല്ല, പക്ഷെ അത്യാവശ്യം നല്ല സോഫ്റ്റാണ്. നമുക്ക് അതിൻ്റെ പിടിച്ച വരുന്ന കണക്ക് നല്ല രീതിയിൽ സോഫ്റ്റാണ്. റൈസ് ആയാലും നല്ലതാണ്. ആ മസാല നല്ലതാണ്, പക്ഷെ അത്രയും സ്പൈസി ആയിട്ടുള്ള ഒരു കുത്തലില്ല. പക്ഷെ ആവശ്യത്തിനൊരു സ്പൈസ് ലെവലും ഉണ്ട്, നല്ലൊരു ഫ്ലേവറും ഉണ്ട്. ദമ്മിൻ്റെ ഒരു ഫ്ലേവറും എല്ലാം ഉണ്ട്. ഇന്നലത്തെ ബിരിയാണിയാണോ ഇന്നത്തെ ബിരിയാണിയാണോ ഇഷ്ടപ്പെട്ടത്? അങ്ങനെ ചോദിച്ചാൽ ഇന്നലത്തെ നല്ലതായിരുന്നു. അതും മറ്റേ കുങ്കുമപ്പൂവിൻ്റെ ഫ്ലേവർ മുമ്പിൽ നിൽക്കും. അപ്പോൾ അത് ഇഷ്ടപ്പെടാത്തവർക്ക് ചിലപ്പം അതത്ര ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ അത് നല്ല ബിരിയാണി ആയിരുന്നു. അതിൻ്റെ ചിക്കനൊക്കെ ആണെങ്കിലും നല്ല ദമ്മിൻ്റെ ഒരു സ്മോക്കി ഫ്ലേവർ എല്ലാം നല്ല രീതിയിലുണ്ടായിരുന്നു. ഇതിനും ആ ഒരു മട്ടൺ ആ ദമ്മിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ട്. റൈസ് രണ്ടും നല്ലതാണ്. അതിലിപ്പോൾ ഏതാ നല്ലതെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞു. എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു. ഇന്നലത്തെ പിസ്ത ഹൗസ്, ഇതിപ്പോ ഷദാബ്. കൊള്ളാം അല്ലേ? ഹൈദരാബാദ് തന്നെ ബിരിയാണിക്ക് പേര് കേട്ടയാണല്ലോ. അതെ, ഹൈദരാബാദി ബിരിയാണി. അപ്പം നമ്മള് വെറൈറ്റി ബിരിയാണികൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അതെ, കൊള്ളാം. ശരി, അപ്പൊ ഇന്ന് ഞങ്ങള് കഴിച്ചു നോക്കാൻ പോകുന്ന ബിരിയാണി എവിടത്തെയാ? ഇത് ഗുണ്ടൂർ ഗോങ്കൂര എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റ് ആണ്. അത് ആന്ധ്ര സ്പെഷ്യൽ ഫുഡാണ്. അത് ഇവിടുത്തെ അങ്ങനെ അത്രയും ഫേമസ് ആണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ ജസ്റ്റ് റിവ്യൂസ് നോക്കി നല്ലത് കണ്ട ഒരു ആന്ധ്ര സ്റ്റൈൽ മേടിച്ചതാണ്. അപ്പോൾ അവിടുത്തെ ആന്ധ്ര ഗുണ്ടൂർ സ്റ്റൈൽ മിക്സഡ് ബിരിയാണിയാണ് ഇപ്പോൾ ഇത് നമ്മൾ മേടിച്ചേക്കുന്നത്. ഇതിനകത്ത് മട്ടൺ ഉണ്ട്, ചിക്കൻ ഉണ്ട്, പ്രോൺസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സഡ് ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് നമ്മൾ മേടിച്ചേക്കുന്നത്. ഒരു ആന്ധ്ര സ്റ്റൈൽ. ആന്ധ്രയിൽ തന്നെ പല സ്റ്റൈലുണ്ട്. എനിക്കൊന്ന് നെല്ലൂർ സ്റ്റൈൽ ബിരിയാണി കുറച്ച് വെള്ള കളറിലുള്ള റൈസ് ആയിരിക്കും. പിന്നെ ഇപ്പം ഗുണ്ടൂർ സ്റ്റൈലാണ്. പിന്നെ ഗോങ്കൂര ഉണ്ട്. ഗോങ്കൂര സ്റ്റൈൽ കൂടുതലും മറ്റേ ഗോങ്കൂര ലീവ്സൊക്കെ അരച്ച് ചേർത്തൊരു പച്ച കളർ പോലെ വരുന്ന രീതിയിലുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഗുണ്ടൂർ സ്റ്റൈലിൽ നല്ല സ്പൈസി ആയിട്ടുള്ള ബിരിയാണിയാണ്. ഫുൾ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം, നല്ല ചുമന്ന കളറിലുള്ള റൈസാണ് മൊത്തം. അതുകൊണ്ട് തന്നെ നല്ല സ്പൈസിയാണ്.
ആന്ധ്ര സ്റ്റൈൽ, പ്രോപ്പർ ആന്ധ്ര സ്റ്റൈൽ ബിരിയാണിയാണ്. അപ്പൊ ഇത്രയും ദിവസം നമ്മള് 3 ബിരിയാണി ട്രൈ ചെയ്തല്ലേ? അതെ, നമ്മൾ പിസ്ത ഹൗസിലെ ബിരിയാണി ട്രൈ ചെയ്തു, ഷാദാബിലെ ബിരിയാണി ട്രൈ ചെയ്തു. അതൊക്കെ പ്രോപ്പർ ഹൈദരാബാദി ബിരിയാണിയാണ്. ആദ്യത്തെ ദിവസം സഫ്രാനി ബിരിയാണിയായിരുന്നു. അത് ഹൈദരാബാദി തന്നെ, പക്ഷെ കുങ്കുമപ്പൂ കൂടി ചേർത്തിട്ടുള്ളത്. കുങ്കുമപ്പൂ. പിന്നെ അടുത്ത ഇന്നലെ ട്രൈ ചെയ്തത് ഷാദാബിലെ ബിരിയാണി. അത് പ്രോപ്പർ ഹൈദരാബാദി ബിരിയാണിയാണ്. ഇത് ഹൈദരാബാദി അല്ല, ഇത് ആന്ധ്ര സ്റ്റൈൽ ഗുണ്ടൂർ ബിരിയാണി. ഓക്കെ, അപ്പൊ അടിപൊളിയല്ലേ? സൂപ്പറാണ്. എന്തോ നിലോഫർ കഫേ മേളിൽ കാണുന്നില്ലേ ലെഫ്റ്റില്? നിലോഫർ കഫേ. ഓ അടിപൊളി, ഒത്തിരി ഓപ്ഷൻ ഉണ്ടല്ലേ. ന്യൂട്ടല്ല, ഹസൽനട്ട് ബ്രൗണി, നൈസ്. കാജു കട്ലിയുടെ പേസ്ട്രി ഇത് ആദ്യമായിട്ട് ഞാൻ കാണുക കേട്ടോ, വെറൈറ്റിയാണ്. ഇവിടാണ് മറ്റേ പ്രീമിയം ലൗഞ്ച് എന്ന് പറയുന്നത്. പ്രീമിയം ലൗഞ്ച് ഒറിജിനൽ കഫേ വേറെ കാണുന്നത്. ഹൈടെക് സിറ്റിയിലെ പ്രീമിയം ഇതാണ്. ഇവിടെയാണ് 150 രൂപ ചായ. അയ്യോ, മറ്റടുത്തോ? അത് ദൂരെ, എവിടെങ്ങും അല്ല. അവിടെ ഈ ചായ 25 രൂപ കൊണ്ട്. അയ്യോ, അത് കൊള്ളാം. ടീ കഴിക്കാൻ 100 രൂപ അല്ലേ? ചെറിയ സമോസ. ഇവിടുത്തെ സ്പെഷ്യൽ സാധനം കഴിക്കാം നമുക്ക്. പിന്നെ അകത്ത് പോയി എന്തെങ്കിലും വേണേൽ എടുക്കാം. ഇവിടെ ഇരുന്ന് കഴിക്കാൻ ഇത് മതി. ഏത്? വേണ്ട, കുക്കീസ് ഒന്നും വേണ്ട, മതി. നല്ല തിരക്കുണ്ട്, പക്ഷെ ഒരുപാട് സ്പേസ് ഉണ്ട് നമുക്ക്. പുറത്ത് പോയിരിക്കേ. ഓപ്ഷൻ ഉണ്ട്, പേപ്പർ കപ്പ് വേണോ അതോ സെറാമിക് കപ്പ് വേണോ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പറയുന്നതിനകത്ത് ടിഷ്യൂ എടുക്കണ്ട. അകത്ത് ക്രീം ഉണ്ടോ? ഭയങ്കര ഓയിലി അല്ലോ. എങ്ങനെയുണ്ട്? സംഭവം സൂപ്പറാ. സംഭവം കിടിലാണ്. പക്ഷെ ലൊക്കേഷൻ്റെ ആയിരിക്കും കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണ്. ഇവരുടെ ബാക്കി കഫേകളിലുള്ളതിൻ്റെ ഡബിളല്ല. 25 രൂപ ചായയാണ് ഇവിടെ 100 രൂപയ്ക്ക്. ചായക്ക് 25 രൂപ അല്ലേ? ചായക്ക് 100 രൂപ. 150 രൂപയും മൺമസ്കയ്ക്ക് 100 രൂപയാണ്. 100 രൂപ. ഇവരുടെ ഒറിജിനൽ കഫേയിലൊക്കെ ചായക്ക് 25-30 രൂപ എങ്ങനെയാണ്, മൺമസ്കയ്ക്കും അത്ര 20 രൂപ എങ്ങനെയാണ്. അതാണ് ഇവരിവിടെ ഇത്രയും പൈസ മേടിക്കുന്നത്. ലൊക്കേഷൻ്റെ ആയിരിക്കണം. കാരണം ഇത്രയും ഈ ഹൈടെക് സിറ്റിയുടെ ഏറ്റവും നടുക്കുള്ളൊരു പ്രൈം സ്പോട്ടാണ്. അപ്പം അവിടെ ആയതുകൊണ്ടായിരിക്കണം ഇവരിത് മേടിക്കുന്നത്. സംഭവം അടിപൊളിയാണ്. 150 രൂപയുടെ ചായ ഉണ്ടോ, 100 രൂപയുടെ മണ്ണുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഇല്ല. അപ്പം നല്ല ചായയാണ്. ഇതിനകത്ത് ക്രീം ഉണ്ടോ? ഇതിനകത്ത് ബട്ടറാണ്. ബട്ടറാണോ? അകത്തും പുറത്തും ബട്ടറാണ്. ഞാൻ കഴിച്ചു നോക്കട്ടെ. ഒരു തവണയൊക്കെ വന്ന് ട്രൈ ചെയ്യാം അല്ലേ? ഒരു തവണ ട്രൈ ചെയ്യാം. പറ്റുമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒറിജിനൽ കഫേയിൽ പോയി ലാഭമാണ്. ഇതേ സാധനം തന്നെ അവിടെയും കിട്ടും. അവിടെ എനിക്ക് തോന്നുന്നു ഇത്ര ഇവിടെ വാലേ പാർക്കിംഗ് ഉണ്ട്, ഫെസിലിറ്റീസ് ഉണ്ട്, ഇഷ്ടംപോലെ സീറ്റിംഗ് ഉണ്ട്. അകത്ത് തന്നെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്, കാഷ്വൽ ഡൈനിങ് ഓപ്ഷൻസ് ഉണ്ട്, ബേക്കറി ഒരുപാടുണ്ട്. ഇതൊന്നും ഇവർ അവിടെ പോയി ഒറിജിനൽ കഫേയിൽ പോയി കഴിഞ്ഞാൽ ഇത്രയും കാണൂല. വാലേ പാർക്കിംഗ് ഒന്നും അവിടെ കാണില്ല. കുറച്ച് നല്ല ദൂരവും പോകണം ഈ ഏരിയയിൽ. അപ്പോൾ അവിടെ പോകാൻ പറ്റുമെങ്കിൽ അത് അടിപൊളിയായിരിക്കും. അതായിരിക്കും ബെസ്റ്റ് എക്സ്പീരിയൻസ്. അവിടെ പോകാൻ പറ്റാത്ത ഇവിടെ ഈ ഹൈടെക് സിറ്റിയുടെ അടുത്തൊക്കെയാണ് വരുന്നതെങ്കിൽ ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, എന്നാൽ ഞാൻ കഴിക്കട്ടെ.
ഞാൻ ഇത് കഴിച്ചു നോക്കി, ഭയങ്കര സോഫ്റ്റ്, ടേസ്റ്റും ഉണ്ട്. സംഭവം ബണ്ണ് ഫ്രഷാണ്. ഒരു തിരുമ്പൊന്ന് ചൂടാക്കിയിട്ടാണ് തരുന്നത്, ബട്ടർ ഒന്ന് ഉരുകാൻ വേണ്ടി. ബട്ടർ ജസ്റ്റ് ഒന്ന് ഉരുകും. ഇതേ മറ്റേ മൈസൂർ പോയപ്പം ആ ദോശയുടെ മേളിൽ വെച്ച ബട്ടറിൻ്റെ അതേ ടേസ്റ്റ്. അത് അവരുണ്ടാക്കുന്ന ബട്ടറാണ്, പക്ഷേ ഇവിടെ അമുൽ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. അടിപൊളി. എത്ര സമയം എഴുതി കാണിച്ചിട്ടുണ്ടോ? സമയം എത്ര കാണിച്ചിട്ടൊന്നുമില്ല, ഇത്ര സമയം നമ്മളിവിടെ വെയിറ്റ് ചെയ്തു. ആ വന്ന് കൃത്യസമയം. ആ അപ്പം ഇന്നാണ് നമ്മൾ ആക്ച്വലി ഹൈദരാബാദ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങുന്നത്. എന്നിട്ട് ഇത്രയും ദിവസം നമുക്ക് പറ്റിയില്ല. അപ്പോൾ ഇന്നാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങുന്നത്. ഇന്ന് നമ്മൾ ചാർമിനാറൊക്കെ ഒന്ന് കാണാം എന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാം കാണും, നല്ല പൊരിഞ്ഞ വെയിലും നല്ല ചൂടുമാണ്. അപ്പോൾ നമുക്ക് ചാർമിനാറിൻ്റെ ഒക്കെ അടുത്തേക്ക് പോയിട്ട് അവിടെ ആ ഭാഗത്ത് എന്തെങ്കിലും ഒക്കെ കാണാൻ പറ്റുമെന്ന് നോക്കാം. ഇതാണ് ചൗ മൊഹല്ല പാലസ്. ഓക്കെ, ചാർമിനാറിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളതാണ്. ഇങ്ങോട്ട് നോക്കി പറ. ചാർമിനാറിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു പാലസാണ്. അപ്പോൾ നമുക്ക് അവിടുന്ന് ടിക്കറ്റ് എടുത്ത് ഇവിടെ കയറാം. ഓ, ചാർമിനാറിൻ്റെ തൊട്ടടുത്ത് തന്നെയാണേ. നമുക്ക് അന്നേരം ടിക്കറ്റ് എടുത്തിട്ട് കയറാം. ഇവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നടന്ന് ചാർമിനാറിലോട്ടൊക്കെ പോകാം. അവിടെ പാർക്കിങ്ങിനൊക്കെ സ്പേസ് കുറവാണെന്നാണ് പറയുന്നത്. ഇവിടെ ഒരു സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്, അത് കഴിഞ്ഞ് നമ്മൾ അകത്ത് കയറുക അല്ലേ? നല്ല വെയിലുണ്ട്, നമ്മൾ പ്രതീക്ഷിച്ചാണല്ലോ വരേണ്ടത്. അകത്ത് കയറാം അല്ലേ? ഇത് ഇവിടുത്തെ നിസാംസൊക്കെ ഭരിച്ചിരുന്ന സമയത്തുള്ള അവരുടെ കൊട്ടാരമാണ്. അതെ, ഒരു ചാർമിനാറിന് തൊട്ടടുത്ത് തന്നെയുള്ളൊരു ഇതാണ്. നമ്മളിവിടെ കയറണമെന്ന് പ്ലാൻ ചെയ്തതല്ല, നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ വന്നപ്പം പാർക്ക് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പാലസ്. അപ്പം പിന്നെ ടിക്കറ്റ് എടുത്ത് എത്ര രൂപയാണ്? 100 രൂപ ഒരാൾക്ക് 100 രൂപ. പക്ഷെ മൊബൈൽ ഫോട്ടോഗ്രാഫി ആണെങ്കിൽ 50 രൂപ. പിന്നെ ട്രൈപോഡൊന്നും ഇവിടെ കയറ്റത്തില്ല, അത്രയൊക്കെ തന്നെ. നമുക്കിത് പെട്ടെന്നൊന്ന് കയറി ഇറങ്ങി കണ്ടിട്ട് ചാർമിനാറിലോട്ട് പോകാം. ചാർമിനാറിൻ്റെ ഏറ്റവും അടുത്ത് നല്ല പാർക്കിംഗ് ഉള്ളൊരു സ്പോട്ടാണിത്. അതെ, നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ചാർമിനാറിലേക്ക് നടന്നു പോവാം. ഓക്കെ, മൈസൂർ പാലസിൽ ഫുള്ളൊരു നീല അങ്ങനത്തെ ഒരു കളറാണെങ്കിൽ ഇവിടെ ഫുള്ള് വൈറ്റ് കളറാണ്. പ്യുവർ വൈറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു വൈറ്റും ഒരു യെല്ലോയും 2 ഷെയ്ഡും ഉണ്ട്. രാജാക്കന്മാർ പണ്ട് ഉപയോഗിച്ചിരുന്ന എല്ലാം ഉണ്ട് ഇവിടെ. ഇതൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. നോക്ക്, മറ്റേ ജോധ അക്ബറിനകത്തൊക്കെ കാണുന്ന പോലെ. ആണ്ട പിള്ളേരുടെ ഡ്രസ്സ്, പിള്ളേരുടെ കസേരയും.
അല്ല നമ്മളിപ്പം ചമഹല്ല പാലസ് കണ്ടിറങ്ങി. നല്ല വെയിലുണ്ട്. അപ്പം നോക്കട്ടെ, ഇനി ഇവിടുന്ന് നേരെ ചാർമിനാറിലോട്ട് ഇറങ്ങുക. അപ്പം ഞങ്ങൾ ഇതിൻ്റെ എക്സിറ്റ് ഏത് വഴിയാണെന്നുള്ളത് നോക്കി ഇങ്ങനെ നടക്കുക. നമ്മളിവിടുന്ന് ഇറങ്ങാൻ പോവുക. ഇവിടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇറങ്ങാം. അപ്പം ഞങ്ങളിവിടുന്ന് ഇറങ്ങുക. ഇനി നേരെ ചാർമിനാറിലോട്ട് പോവാം. ഇവിടെ കയറാൻ വേണ്ടി ഞങ്ങൾ ഇപ്പോൾ ഏകദേശം ഒരു 3/4 മണിക്കൂറായിട്ട് റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുക. ഒടുക്കത്തെ ബ്ലോക്ക്. ഫൈനലി നമുക്കൊരു പാർക്കിംഗ് സ്പേസ് കിട്ടി. പെർ അവർ 50 രൂപയാണെന്നാണ് പറയുന്നത്. നോക്കാം. അങ്ങനെ ഞങ്ങൾ ഒരു 2-3 വലത്ത് വെച്ചിട്ട് അതെ 1 മണിക്കൂർ എടുത്ത് പാർക്കിങ്ങിന്. എന്തായാലും ഇപ്പം സമയം 4 മണിയായി. ലഞ്ച് കഴിച്ചിട്ടില്ല. ഇനി എന്തെങ്കിലും കഴിച്ചിട്ടേ ചാർമിനാറിലോട്ട് പോകുന്നുള്ളൂ. അതാണ്ട് ഈ കാണുന്നത് തന്നെ ചാർമിനാർ. മാറി വരണേ. ഭയങ്കര തിരക്ക്. എനിക്ക് തോന്നുന്നു രാത്രി ഇതിനേക്കാളും തിരക്കായിരിക്കും. ഇവിടെ എല്ലാം ഫുള്ള് വളകളും മാലയും എല്ലാം ഉണ്ട്. പക്ഷെ എനിക്കൊന്നും നോക്കാൻ പോലും പറ്റുന്നില്ല, വിശന്നിട്ട്. അങ്ങനെ നമ്മൾ ചാർമിനാറിൻ്റെ ഫ്രണ്ടിലെത്തി. നല്ല വളകളൊക്കെ കാണുന്നു. അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. പക്ഷെ വല്ലതും കഴിച്ചിട്ട് ഇപ്പം തന്നെ 4 മണി കഴിഞ്ഞു. എൻ്റെ അമ്മയെ തിരക്കോ. 4 സൈഡിൽ നിന്നും ഉണ്ടല്ലോ അല്ലേ? ശരിയാ. എന്തൊക്കെയോ ഉണ്ട്. പേള് കൊണ്ടുവന്ന്, മാല കൊണ്ടുവന്ന് പേളിൻ്റെ. പക്ഷെ അതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും, പറയാൻ പറ്റത്തില്ല. പാരഡൈസ് കഴിക്കാം. ബിരിയാണി മാത്രമേ ഉള്ളൂ. നോക്കാം. ഉള്ളത് കഴിക്കാം. നമ്മളിവിടെ കഴിക്കുന്നിടത്തു നിന്ന് നേരെ നോക്കുമ്പം ഇതാണ് വ്യൂ ചാർമിനാറിൻ്റെ. ഫുള്ള് കാണാം ഇവിടെ ഇരുന്ന്. വലിയ തിരക്കില്ല. എല്ലാം കഴിച്ചിട്ട് നമുക്ക് പതുക്കെ താഴോട്ടിറങ്ങി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. കുറച്ച് മുന്നേ ഏത് മൂഡിലിരുന്നവരല്ലേ? നല്ല എന്താ പറയുക, വെറുത്ത് പോയൊരവസ്ഥയിൽ ഇരുന്ന 2 പേര് ഇപ്പോൾ ഓക്കെ ആയിട്ടിരിക്കുന്നില്ലേ? എന്താ പറയുന്നത്? ഫുഡ് കിട്ടി കഴിയുമ്പോൾ ഓക്കെ ആവുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പം ഗോൽഗണ്ട ഫോട്ടോ ഒന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്കാം. അങ്ങനെ നമ്മൾ പാരഡൈസിലെ ചിക്കൻ ബിരിയാണി ട്രൈ ചെയ്യാൻ പോവാം. കഴിച്ചിട്ട് എങ്ങനെ ഉണ്ട്? കൊള്ളാം. എരിയുണ്ടോ? എരിയുണ്ട്. കഴിച്ചിട്ട് അത്ര എരിയില്ല. പ്രോപ്പർ ഹൈദരാബാദ്. ഇന്നലെ കഴിച്ചാൽ ഗുണ്ടൂരല്ലേ, പ്രോപ്പർ ഹൈദരാബാദ് ബിരിയാണി. ഓക്കെ, കഴിക്കാം. ഇനി ഒരു നിമിഷം വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സ്ഥലം പോയാ? രക്ഷയില്ല. ഏതാ? 4 വശത്ത് ഇവിടെ അങ്ങോട്ട് കിടക്കുന്നുണ്ടോ? അതെല്ലാം ബസാറാ. എല്ലാം ബസാറാ. വെള്ളം 1 കവളും കൂടെ ഉള്ളു. അത് കുടിച്ചോ.
ഞങ്ങൾ ഇത്തവണ പനിയും ക്ഷീണമൊക്കെ ആയതുകൊണ്ട് മുകളിലോട്ടൊന്നും കയറുന്നില്ല. ഈ ബസാറൊന്നും ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നില്ല, കാരണം അത്രയും വയ്യ. ഇവിടം വരെ ഒന്ന് ജസ്റ്റ് വന്ന് കാണാൻ വേണ്ടി വന്നതേ ഉള്ളൂ, ഇത്രയും വയ്യാതിരിക്കുകയായതുകൊണ്ട്. അപ്പം നമുക്ക് ഇതിന് ചുറ്റുമുള്ള കടകളൊക്കെ ഒന്ന് കണ്ട് അങ്ങ് പോകാം. ഇത്രയെങ്കിലും പറ്റിയല്ലോ. ഏതെടുത്താലും 60 ഇതൊക്കെ 100 രൂപയ്ക്ക് ലാഭമാണ്. ഇതെങ്ങനെയുണ്ട്? ഇത് കൊള്ളാമോ? ഇത് കൊള്ളാവോ? എടുക്കാം. വള, അയ്യോ, ത്രെഡ് വർക്കൊക്കെ നടന്നോ. എന്താ നിന്നേ? ആ ഇവിടുന്ന് ക്ലിപ്പായി വള വാങ്ങിച്ചില്ല അല്ലയോ? വളക്കാണ് ഫേമസ് എന്നല്ലയോ ചേച്ചി പറഞ്ഞത്. പക്ഷെ വളയൊന്നും എനിക്ക് അത്ര ഒരു അതിന്റെ എന്തോ അത് കുപ്പിവളയും അല്ല, വേറെ ഒരു ടൈപ്പ്. ഈ സൈഡിലൊക്കെ ബാഗുകള്. ഞാനൊരു കമ്മലും 2 ക്ലിപ്പും വാങ്ങിച്ചു. വളയൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല, അതിൻ്റെ മെറ്റീരിയൽ ഇഷ്ടപ്പെടുന്നില്ല. അതിൻ്റെ മിനുക്കമൊക്കെ അങ്ങ് ഇളകി പോകുന്നതാണെന്ന് തോന്നുന്നു, കയ്യിലെല്ലാം മിനുക്കമാവുന്നു. ഞാൻ അതുകൊണ്ട് വളയൊന്നും എടുത്തില്ല. ഇനി ഞങ്ങൾ ചായ കുടിക്കാൻ പോവാം. നിമ്ര കഫേ ഇറാനി ചായയും ബണ്ണും സ്പെഷ്യലാണ്, നമുക്ക് കഴിച്ചു നോക്കാം. ഇറാനി ചായ അല്ലേ? ചായ ഒന്ന് കുടിച്ചു നോക്കട്ടെ. ഇറാനി ചായ അല്ലേ? ഇവിടുത്തെ സ്പെഷ്യൽ ചായ അല്ലേ? ചായ കുടിച്ചു നോക്കട്ടെ. ഇച്ചിരി മധുരം അധികം കൂടുതലാ. മധുരം കൂടുതലാ. ഞാൻ മനഃപൂർവ്വം കമ്മലിടാതെ വന്നേന്നും അല്ല, മറന്നു പോയതാ. അല്ല, ഞാൻ കമ്മലെടുക്കാറുണ്ട്, കാറിൽ ഇടയ്ക്ക് വെച്ച് ഊരി വെച്ച്. പിന്നെ ഇങ്ങോട്ട് കാറിനാറിലോട്ട് ഇറങ്ങാൻ നേരത്തെ എടുത്തിടാൻ മറന്നു. അല്ലെങ്കിൽ ഞാൻ ഇവിടെ വരുമ്പോൾ കമ്മൽ വാങ്ങിക്കുമായിരുന്നു, അത് വേറെ കാര്യം. മേടിച്ചോണ്ട് ഇതങ്ങിട്ട് മേടിച്ചോണ്ട് ഇപ്പം തന്നെ ഇടുക. വെറൈറ്റി ചിമ്മിക്കലൊരു വെറൈറ്റി.
കൊള്ളാലോ, നല്ല കമ്മല, ഇഷ്ടപ്പെട്ട്. 100 രൂപ, 100 രൂപയുടെ കമ്മൽ എനിക്ക് ഇഷ്ടപ്പെട്ട്. നാട്ടിൽ എന്തായാലും ഒരു നല്ലൊരു വില കൊടുക്കണം ഇതിന്. കൊള്ളാം. ഏതാ നല്ല? 100 രൂപയേ ഉള്ളൂ. എന്തായാലും ഒരെണ്ണം എടുക്കും. അത് ബ്ലാക്കും കൊള്ളാം. ബ്ലാക്ക് കൊള്ളാം. ഞാൻ 2 മാല എടുത്ത്, 2 നെക്ലസ് എടുത്ത്. അടിപൊളി. 100 രൂപ. ഇതിന് 100 രൂപയേ ഉള്ളൂ. കൊള്ളാം. എത്ര? 6 പീസ്? 6 പീസ് 350. 6 പീസ് എത്ര? മിനിമം 6 പീസാ? ഹൽദിക്കൊക്കെയുള്ള മാലയും നെക്ലസും ഒക്കെ കിടക്കുന്നില്ലേ? എത്ര രൂപയാണോ? കുറേ നാളായിട്ട് ഞാൻ നോക്കി നടന്ന ഈ സിൽവറിൻ്റെ അത് കിട്ടി. 100 രൂപ. ബ്ലാക്കിലോട്ട് പോവാം നമ്മൾ. അപ്പം ഞങ്ങളിത് ചാർമിനാറിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇപ്പം സമയം ഏകദേശം എത്ര മണിയായി? 6 മണിയാവുന്നോ? 5:30 ആവുന്നു. ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. ചെറിയ രീതിയിലൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തി. അകത്ത് കയറിയില്ല, കാരണം കയ്യിൽ ബാഗുണ്ട്. അത് മാത്രമല്ല നല്ല ക്യൂ ഉണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ഹെൽത്ത് കണ്ടീഷൻ വെച്ചിട്ട് അത്രയും ക്യൂ നിന്ന് മോളിൽ പോകാൻ ഭയങ്കര പാടായിരിക്കും. ഞങ്ങളതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഓക്കെ. വേണോ? ചെറുത് നോക്കി എടുക്കാം. ഓറഞ്ച് വേണോ? ഇപ്പം നമ്മുടെ റൂമിലുള്ള മൈക്രോവേവിൽ പോപ്കോൺ ഉണ്ടാക്കുകയാണ്. ചായ എന്നും ഇതിലാണ് ഉണ്ടാക്കുന്നത്. നമ്മളെവിടാ ഇപ്പം? അന്തര. ഇതെന്തുവാ സാധനം? നൽകൊണ്ട മട്ടൺ ഫ്രൈ. മട്ടൺ ഫ്രൈ. ഇതെന്തുവാ? ഫ്രൈ പീസ് പുലാവ്. ഫ്രൈ പീസ് പുലാവ്. ഇവർക്ക് ഇതിനകത്ത് ഏറ്റവും ലാഭം കിട്ടുന്ന ഇതിലായിരുന്നു. അത് ഹോൾസെയിലായിട്ട് എടുക്കാൻ ചെല്ലുമ്പോൾ 1.5 കുപ്പിക്ക്. ജാമുനകത്തോട്ട് ഒഴിക്കണമായിരിക്കും. അല്ല, ഇതിലോട്ട് ഒഴിക്കണമായിരിക്കും. അതായിരിക്കും കുതിരേണ്ടത്. ഇത് എന്തുവായിരുന്നു? ജാമുൻ കാ ഗൊസ്ലയോ? ജാമുൻ കാ ഗൊസ്ല ഒഴിച്ചാ മൊത്തം കുതിരണ്ടായോ? ഇച്ചിരി വെച്ചേക്കുവാന്നോ? എനിക്കാണോ ആദ്യം? അടിപൊളി. എനിക്ക് ഏതിൻ്റെയൊക്കെയോ ടേസ്റ്റ് വരുന്നു. അന്തേര അടിപൊളി. കഴിച്ചതെല്ലാം അടിപൊളി. എന്തായാലും നമ്മളിവിടെ വന്നത് കാര്യമായി അല്ലേ? ഫുഡ് എല്ലാം സൂപ്പറായിരുന്നു. റേറ്റുണ്ട്, പക്ഷെ പൈസ കൊടുത്താലും അതിനുണ്ട്. നഷ്ടബോധം തോന്നില്ല. ആ കേർഡ് റൈസ് എന്തൊരു ടേസ്റ്റ് ആയിരുന്നു എൻ്റെ ദൈവമേ. എന്നാൽ എനിക്കും വേണം. ഇതല്ലെങ്കിൽ ഇപ്പം തീരും. ഞാൻ വീഡിയോ ഓഫ് ചെയ്യുക. നല്ല ആംബിയൻസാ. താഴെ AC ആണ്, പക്ഷെ ഞങ്ങൾ മുകളിലായിരുന്നത്. പനിയൊക്കെ അല്ലേ. പക്ഷെ ഇവിടെ നല്ല ആംബിയൻസാണ് താഴെ. തെന്നീര മറ്റല്ല, അത് നമ്മളെ നൊങ്കിൻ്റെ കൂടെ കുടിക്കാനൊരു സാധനം. കോട്ടവാതിൽ ശരിയാ.
ഞാൻ വിചാരിച്ചു തമാശ പറഞ്ഞായിരിക്കും. ഇവിടെങ്കിലും മര്യാദക്ക് പാർക്കിംഗ് ഉണ്ട് അല്ലേ? കിടന്ന് കറങ്ങേണ്ടി വരത്തില്ല. അങ്ങനെ നമ്മൾ ഗോൽക്കൊണ്ട ഫോർട്ടിലെത്തി. ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് അകത്ത് കയറാം. ഒരാൾക്ക് എത്ര രൂപയാ? 25. എന്താ സ്കാൻ ചെയ്തോടെ? ഇവിടെ കൈ അടിച്ചു കഴിഞ്ഞാൽ പ്രത്യേക ഒരു സൗണ്ടാണെന്നാ പറയുന്നത്. അടിച്ചു നോക്കിയേ. എന്തായാലും കേട്ടാ മാസ്ക് മാറ്റ്. എന്ത് വൈബ്രേഷനാണോ? എക്കോയാ? എന്നടിച്ചേ. ഓ അയ്യോ, ശരിയാണല്ലോ. അയ്യോ എന്തോ അത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇല്ല, എല്ലാം കൂടെ കിടന്ന് എന്താ പറയുക, ഇപ്പൊ പൊട്ടി വീഴുന്ന പോലെ ഉണ്ട്. പൊട്ടി വീഴുന്ന പോലെ ഉണ്ട്. ശരിയാ, ഞാനൊന്ന് അടിച്ചു നോക്കട്ടെ. അത് കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് ഗോൽക്കൊണ്ട ഫോർട്ടിലാണ്. വൈകുന്നേരം ഏകദേശം എത്ര മണിയായി? 4:30 ആവുന്നുണ്ട് കേട്ടോ. അപ്പം വെയിൽ ഉച്ചക്കത്തൊക്കെ വെയിലിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ കുറവുണ്ട്, എന്നാലും വെയിലാണ്. നമുക്കിനി അകത്തോട്ട് കയറി നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. എത്രത്തോളം നടക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല, എന്നാലും പോയി നോക്കാം അല്ലേ? പറ്റുന്നിടത്തോളം നടന്നിട്ട് തിരിച്ചു വരാം. അതെ, ഇത്രയും തന്നെ കാണാൻ പറ്റും നമ്മൾ പ്രതീക്ഷിച്ചല്ലോ. അതെ, അത് ഗൈഡാ. അപ്പോൾ അകത്ത് കയറി ഒരു സൈഡിലോട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് ഏരിയ ഉണ്ട്. മൊത്തം കറങ്ങിയാണെന്ന് പറഞ്ഞാൽ കുറച്ചധികം സമയം എടുക്കും. നല്ല വെയിലുണ്ട്. അപ്പോൾ എന്തായാലും പറ്റുന്നിടത്തോളം നമുക്ക് ഇറങ്ങി നോക്കാം. അതെ, ഇവിടെ കുറച്ച് സ്ഥലത്ത് ഇച്ചിരി തണൽ കണ്ട് അങ്ങനെ വീഡിയോ എടുക്കാൻ നോക്കിയതാ. ഇതിനകത്തോട്ട് കയറാൻ പോവാ. കൊണ്ടുവന്ന് കിട്ടിയത്. അമ്മോ എല്ലാം കേറി പേടിയാവുന്നു. എന്ത് തോന്നുന്നു? എന്താ തോന്നുന്നേ? എന്താ നമ്മുടെ കാലത്ത് ഇത്രയും വലിയൊരു ആർക്കിടെക്ചറിലെ സംഭവം പണിഞ്ഞു വെച്ചേക്കുന്നപ്പോൾ ഈ ചുമ്മാ പണിഞ്ഞു വെച്ചേക്കുമല്ലോ. നല്ല പ്രോപ്പർ പ്ലാനിങ്ങോടുകൂടി ആവശ്യം വേണ്ട സംഭവങ്ങളെല്ലാം വെച്ചിട്ടാണ് പണിഞ്ഞു വെച്ചത്. ഇവിടെ ഗൈഡ് വേണമെങ്കിൽ എനിക്കൊന്ന് 750 1000 അങ്ങാണ്ടാന്ന്. കൂടുതൽ വ്യക്തമാവും നമ്മൾക്ക്. നമ്മളീ പറഞ്ഞ മൊത്തം നടക്കാൻ പറ്റുമെന്ന് പോലും അറിയാത്തതുകൊണ്ട് വെറുതെ ഗൈഡിനെ വിളിച്ചിട്ട് കാര്യം. അതെ അതെ. കാണാനാണെ ഇഷ്ടം പോലെ ഉണ്ട് ഇതുപോലെ സംഭവങ്ങൾ. തിരിച്ചിറങ്ങാനുള്ള വഴി ഓർമ്മയുണ്ടോ? ചോദിച്ചു പോവല്ലേ.
ഇത് തന്നെ എങ്ങോട്ട് തിരിഞ്ഞാലും. പക്ഷെ ഗൈഡ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എല്ലാത്തിൻ്റെയും സംഭവങ്ങൾ ഇപ്പം തന്നെ വയ്യാണ്ടായി. അതെന്തുവാ? എന്തോ എൻ്റെ മേളില് വവ്വാലും എല്ലാം കാണുമോ? എൻ്റെ അമ്മേ ചെറിയൊരു പേടി വന്നു. പക്ഷെ കൊള്ളാം, രസമുണ്ട്. മാസ്ക് മാറ്റിയ ഓ അത് ശരി, ഇത് കൊള്ളാല്ലേ. ഇവിടെ ഇന്നുകൊണ്ട് സിറ്റി കാണാമല്ലോ. സെക്യൂരിറ്റി അതുകൊണ്ട് സിറ്റി കാണാം. മതി. തിരിച്ചു പോയാലോ? അപ്പം ഞങ്ങളിത് ഇവിടുന്ന് ഇറങ്ങുവാണ്. മുകളിലോട്ടൊന്നും കയറിയില്ല, തീരെ വയ്യായിരുന്നു. ഇവിടെ ലൈറ്റ് ഷോ ഒക്കെ ഉണ്ട്. അതെനിക്കൊന്ന് 6 മണി 6:30 സമയത്തൊക്കെയാണ്. എന്തായാലും അത്രയും നേരം നിൽക്കുന്നില്ല, ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാം. ഗോൾക്കൊണ്ട ഫോർട്ടാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞിട്ട് ഇനിയിപ്പം പുറത്തോട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ്. നമ്മൾ ഫുള്ള് വയ്യാത്തതുകൊണ്ട് അധികം ഇറങ്ങിയില്ല, മേലോട്ടൊന്നും നമ്മൾ അധികം കയറിയില്ല. സ്റ്റെപ്പൊക്കെ കയറി മേളിൽ പോയി കഴിഞ്ഞാൽ സിറ്റിയുടെ വ്യൂ ഒക്കെ ഉണ്ട്. പക്ഷെ തോനെ നമുക്ക് നടക്കാൻ വയ്യാത്തതുകൊണ്ട് അത് ഒഴിവാക്കി. താഴെ ജസ്റ്റ് കണ്ടതേ ഉള്ളൂ. നമ്മൾ വന്നപ്പോൾ പൊരിഞ്ഞ വെയിലായിരുന്നു, അതുകൊണ്ട് കൂടെ ഇപ്പം കയറിയില്ല. പൊരിഞ്ഞ വെയിലും കൂടെ ആയതുകൊണ്ട് തീരെ വയ്യായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് അടുത്ത തവണ വരുമ്പോൾ ഇതെല്ലാം ഒന്നുകൂടെ നല്ലോണം എക്സ്പ്ലോർ ചെയ്യാം. അപ്പം ഓക്കെ, ഇനി ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാം. നമുക്ക് ചായ കുടിക്കാം. ഞങ്ങൾ ഗോൾക്കൊണ്ട ഫോർട്ടിൽ നിന്ന് നേരെ ഇപ്പോൾ ചായ കുടിക്കാൻ വന്നിട്ട് ഏതാ കപ്പ് കേക്കോ? എന്താ ഇതിലേതെങ്കിലും മതിയോ? ഇതിലേതെങ്കിലും മതിയോ? പിന്നെന്തുവാ? കപ്പ് കേക്കോ? വിചാരിച്ച പോലല്ല. ഞാൻ വിചാരിച്ചതേ സാധാ എന്തെങ്കിലും നമ്മുടെ നോർമൽ അവിടെ തന്നെ കിട്ടുന്ന ഹോട്ട് ചോക്ലേറ്റ് പോലെ ആയിരിക്കും എന്ന് വിചാരിച്ചത്. നല്ല കട്ടിയാന്ന് തോന്നുന്നു. ഹോട്ട് ചോക്ലേറ്റ് കുടിച്ചിട്ട് അഭിപ്രായം പറ. ഹോട്ട് ചോക്ലേറ്റ് നോക്കി നടന്ന ഹോട്ട് ചോക്ലേറ്റോ? അതുപോലെ ഒന്നില്ല എന്ന് പറയുന്നത്. എവിടുന്ന് കുടിച്ചാലും ആ ഒരു ഫിറ്റ്നസ്സും പ്രോപ്പർ ഇതും വരുന്നത്. ഇതാണ് ശരിക്കും ഹോട്ട് ചോക്ലേറ്റ്. ഇത്തിരി കുടിച്ചോ. ഏത് അപ്പം ഞങ്ങളിത് ഹൈദരാബാദിൽ നിന്ന് തിരിച്ച് ബാംഗ്ലൂർ പോവാണ്. അപ്പോൾ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു യാത്രയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഓക്കെ.